കഴിഞ്ഞ ദിവസം സലീം കുമാറെ പെൺകുട്ടികൾ എപ്പോഴും റോഡിൽ കൂടെ നടക്കുമ്പോഴെല്ലാം മൊബൈൽ ഉപയോഗിക്കുന്നതിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹം കണ്ടത്, അദ്ദേഹം പല സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത്. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പോലും കുട്ടികളുടെ കയ്യിൽ മൊബൈലാണ്. അത് നമ്മളും പലവട്ടം ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോഴത്തെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ക്രൈസാണ്. പ്രത്യേകിച്ച് +2 വരെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളെ വരെ സംബന്ധിച്ച് മൊബൈൽ ലോകത്താണ് അവർ ജീവിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ചാറ്റിങ് ചെയ്യുന്നുണ്ട് കുട്ടികളുമായിട്ടൊക്കെ. അവരുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇല്ലാത്തതിനും അതിനും എല്ലാം അവർ ചാറ്റിംഗ് ആണ്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിനെ അവർ കുറ്റപ്പെടുത്തും. അവർക്ക് ഇഷ്ടമല്ല, അവർ പേരൻസിനെ പേടിപ്പിച്ചുകൊണ്ട് ചെല്ലും. എന്നിട്ട് ലാസ്റ്റ് എത്രയോ കുട്ടികളാണ് നമ്മൾ കാണുന്നത് ചാറ്റ് ചെയ്ത് ലാസ്റ്റ് ചീറ്റിങ്ങിലേക്ക് പോയ ശേഷം മാത്രമാണ് ഇതൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കത്തുള്ളൂ. പുള്ളി പറഞ്ഞതിനെ കുറേ ആൾക്കാരെടുത്തിട്ട് മീഡിയക്കാരും യൂട്യൂബേഴ്സും ഒക്കെ എടുത്ത് അതിനെ വേറെ രീതി വളച്ചൊടിക്കുകയോ ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യരുത്. അദ്ദേഹം പറയുന്നത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ്, നല്ല ഫ്യൂച്ചർ അവർക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് അവർ പറയുന്നത്. ഒരുപാട് കുട്ടികളാണ് മൊബൈലിൽ അഡിക്റ്റ് ആയിട്ട് അവർ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്താണെന്നറിയോ, ഇപ്പോഴത്തെ ഏകദേശം ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തൊട്ട് ഒരു +2 പഠിക്കുന്ന കുട്ടികൾ വരെ ഇപ്പോൾ നിരന്തരം മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് പെൺകുട്ടികളെയാണ്. കാരണം പെൺകുട്ടികളെ പലരും മൊബൈലിലൂടെ ചാറ്റ് ചെയ്ത് വല വീശി പിടിച്ച് ഇവരെ നിങ്ങൾ ഇന്ന സ്ഥലത്ത് വാ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇങ്ങനെ ആ കുട്ടികൾ ഉടൻ തന്നെ ഇത് കേട്ടുകൊണ്ട് ആ സ്ഥലത്ത് ചെല്ലും. അങ്ങനെ ഒരുപാട് പേര് ഓരോ പ്രശ്നങ്ങളിൽ അകപ്പെടുന്നുണ്ട്. പിന്നെ ഒരുമാതിരി പ്രായമായ ആൾക്കാർ വരെ ആൾക്കാർ മനസ്സിലാകാതെ ചാറ്റ് ചെയ്തിട്ട് അവരുമായിട്ട് പ്രേമത്തിലാവുകയും അതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകാറുമുണ്ട്. വീട്ടിലെ ആൾക്കാർ പറയുകയാണ് മൊബൈൽ ഒന്ന് കാണിക്കല്ല, ഇങ്ങി തന്നെ ആ മൊബൈൽ, നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്, നിങ്ങൾ ആരോടാ ചാറ്റ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ കൊടുക്കത്തില്ല. ഓരോ വീടുകളിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഡോർ അടച്ചിട്ടിട്ട് ആരും കാണാതെ ചാറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗമൊക്കെ വഴി കൂടെ പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുക. അവർക്ക് എപ്പോഴും മൊബൈൽ ക്രൈസാണ്. ഇത് കൂടുതൽ ഭവിഷ്യത്തുകൾ വരുന്നത് പെൺകുട്ടിക്കായിരിക്കും. ആൺകുട്ടികൾക്ക് അവർക്ക് അത്രത്തോളം വരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എടുത്തു പറയുന്നത് പെൺകുട്ടികൾ എന്ന് പറയുന്നത്. കൂടുതലും ഓരോരുത്തരുടെ വലയിൽ അകപ്പെടുന്നത് പെൺകുട്ടികളാണ്. അവസാനം നമ്മൾ പറഞ്ഞിട്ട് ദുഃഖിച്ചിട്ടോ കാര്യമുണ്ടോ? പേരൻസ് പറഞ്ഞാൽ അനുസരിക്കത്തേ ഇല്ല. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞത് ഒരു നല്ല കാര്യമായിട്ട് എല്ലാവരും എടുക്കുക.